എന്തൊക്കെ ജോലികൾ ചെയ്യാന്നുള്ളത് ഞാൻ പറയാം. എനിക്കിപ്പോൾ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും കുറച്ച് പേര് ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, സീരിയസ്ലി ഉണ്ട്. വിശ്വസിക്കുന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലെ സർട്ടിഫിക്കറ്റിനെക്കാട്ടിലുപരി എൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇത്തിരി കൂടി, അതിലാണ് എനിക്ക് കുറച്ചും കൂടി അഭിമാനം ഉള്ളത്. ആക്ച്വലി ഇതിനകത്തൊരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അത് എനിക്ക് തോന്നിയ കറക്ഷനാണ്, ചിലപ്പം ഉണ്ണിമായുടെ സൈഡല്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ബിഗ് ബോസിന്റെ റിവ്യൂ കുറേ കാലമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. റിവ്യൂ എന്ന് പറയുന്നില്ല, ബിഗ് ബോസിനെ കാണുന്ന ഒരു ആരാധകൻ, ആസ്വാദകൻ സംസാരിക്കുന്ന ഒരു അഭിപ്രായം മാത്രമാണ്. അതിനെ റിവ്യൂറായിട്ടൊന്നും കണ്ട. സോ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ ചാനൽ, മെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ആൾക്കാരോട് ഞാൻ പറയുന്നു, താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സ് വഴി ആൾക്കാർക്ക് പോകാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്, സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. സോ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം ആ വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾ അവിടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നേ ഞാൻ പറയുന്നില്ല. നിങ്ങൾ വീഡിയോ, ഈ BBയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം നമ്മുടെ ആ ഒരു ചാനൽ സന്ദർശിക്കാവുന്നതാണ്. മൂപ്പൻസ് വ്ളോഗ്സ് 2.0, അതായത് 2.0 ഇതാണ് ആ ചാനൽ. സോ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് മറ്റേ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പൊതുവായിട്ടൊരു വിമർശനം ഉയർന്നു നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. തുടക്കം കുറിച്ചത് മൈ വേ ബൈ കല്യാണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയൊരു ചർച്ചയിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഇതിന് മുമ്പും പലരും വിമർശിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ വ്യക്തമായി ഈ കാര്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ആരും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിമർശനം ഉന്നയിച്ച, അല്ലെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യപ്പെട്ട കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ സോ കോൾഡ് ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഇതുവരെ അതിന് മൗനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആരും മറുപടി പറയുന്നില്ല. എന്നാൽ ഒരാൾ മാത്രം ഇപ്പോൾ സധൈര്യം മുന്നോട്ട് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം അവരത് ഈ സമയത്ത് നിന്ന് സംസാരിക്കാൻ തയ്യാറായി എന്നുള്ളത് വേറൊന്നുമല്ല. അവരെക്കുറിച്ച് കുറേ ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ ഇൻബോക്സ് ചെയ്തിട്ടുണ്ട്. അവർ വളരെ ജെന്യൂൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെ നോക്കിയിരുന്നാലും യുവർ ബ്യൂട്ടിഫുൾ റിൻസി എന്നുള്ള സംഭവം, വിൻസി അവരുടെ പേര് മാത്രമേ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. പക്ഷേ ചിലയിടത്തെങ്കിലും ഈ പുള്ളിക്കാരിയുടെ പേരുണ്ട്. വേറെ ആയിരുന്നില്ല, സിംപിളി മൈ സ്റ്റൈൽ ഉണ്ണി. ഈ ഉണ്ണി എന്ന് പറയുന്ന ഈ പുള്ളിക്കാരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ നമ്മളൊക്കെ കാണുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ അവരെ ഇപ്പം അധികം അങ്ങനെ ഒരു കോൺട്രവേഴ്സി അവിടുത്തെ എങ്ങും കാണാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു സൈലൻ്റ് ആയിട്ട് ഇവിടെ കൂടെ അവരുടെ പണിയായിട്ടൊക്കെ, അഥവാ യൂട്യൂബ് വീഡിയോസൊക്കെ 19 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 20 ലക്ഷത്തിന് അടുപ്പിച്ച് നിൽക്കുന്നു. സോ അവർ ഇതിനകത്ത് പ്രതികരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. നോ പോയിന്റ് ഇൻ സ്റ്റേയിങ് സൈലന്റ് എനിമോർ, റിയാക്ടിങ് ടു നെഗറ്റീവ് കമൻറ്റ്സ്, ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഒരു വീഡിയോയുടെ തുടക്കം, അഥവാ ടൈറ്റിൽ. സോ അവരെ തെറി വിളിക്കുന്നു എന്നൊക്കെ അടക്കമാണ് പറയുന്നത്. എന്താണ് അവരത് പറയുന്ന കാര്യം നമുക്ക് നോക്കാം. ഇതായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം, പക്ഷെ അല്ലാത്ത ആളുകൾ ആ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെക്ക് ചെയ്യണവർ അങ്ങനെ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ വിചാരിച്ചോട്ടെ. അതല്ലാതെ നമ്മൾക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവർ എങ്കിലും അറിയണമല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മളൊരു ചിറ്റ് ചാറ്റ് മോഡിൽ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, കാരണം ഞാനിപ്പോൾ മുംബൈയിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്ലോത്തിങ്ങിൻ്റെ തിരക്ക് കാരണം ഫുൾ ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോക്ക് എടുക്കാൻ വന്നിരിക്കുക. പിന്നെ ഇവിടെ എനിക്ക് അല്ലാതെ കുറച്ച് ബ്രാൻഡ് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കുട്ടി കിടന്നുറങ്ങണം, സോറി. വേറെ എവിടെ, ഇത് ചെറിയ റൂം ആയതുകൊണ്ട് വേറെ എവിടെ എനിക്ക് ക്യാമറ വയ്ക്കാനായിട്ട് പറ്റണില്ല. പക്ഷെ എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം തോന്നി, കാരണം ആ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോഴും അതിൻ്റെ കമൻറ്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്കിങ്ങനെ മനസ്സിങ്ങനെ വിങ്ങണു, ഇങ്ങനെ വിഷമമാണോ എന്താ ഒരു ഫീൽ വന്നിങ്ങനെ വിങ്ങണു. അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് ഇന്നെ എനിക്ക് ഷൂട്ട് ചെയ്യണം തന്നെ. അറ്റ്ലീസ്റ്റ് അവർക്ക് ആ ഒരു കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്നും ഇങ്ങനെ ഒരു കുറേ അധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഇങ്ങനെ കുറേ അധികം ആൾക്കാർ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്ത് പോകണമെന്നൊരു തോന്നൽ വന്നില്ലേ? അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. എനിക്ക് പറയണം, അപ്പം എനിക്ക് എഡിറ്റ് ചെയ്ത് ഉടനെ തന്നെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ കണ്ടതിൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് എന്നോട് ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണ പോലെ, എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എന്ത് ക്വാളിഫിക്കേഷനാണെന്ന്. ഞാനായിരിക്കുമോ? ഞാൻ തന്നെ ആയിരിക്കും, അറിയില്ല, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. ഇന്ന സിറം സജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ സജസ്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ളതെന്ന് നിങ്ങൾ എന്നെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്. പക്ഷെ അറിയില്ലാത്തവർക്കായിട്ട് എന്നോട് പറയാം, കാരണം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, എൻ്റെ ബയോയിൽ ഇട്ടിട്ടില്ല. ആ ബയോയിൽ ഇടാത്തതിൻ്റെ റീസൺ എന്താ അറിയോ? ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലെ സർട്ടിഫിക്കറ്റിനെക്കാട്ടിലുപരി എൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇത്തിരി കൂടി, അതിലാണ് എനിക്ക് കുറച്ചും കൂടി അഭിമാനം ഉള്ളത്. ആക്ച്വലി ഇതിനകത്തൊരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അത് എനിക്ക് തോന്നിയ കറക്ഷനാണ്. ചിലപ്പം ഉണ്ണിമായുടെ സൈഡല്ല, ഉണ്ണി എന്ന് പറയുന്നത് സിംപ്ലി മൈസ്റ്റിൽ ഉണ്ണി പുള്ളിക്കാരത്തി പറയുന്നത് കറക്റ്റാണ്. എങ്കിലും ഈ ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമ്മളൊരിപ്പോൾ ഡോക്ടർ, ഞാനൊരു അറ്റൻഡറായിട്ട് ഡോക്ടറിൻ്റെ കീഴിൽ നിന്നു, ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കണ്ട് ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് നല്ല വ്യക്തമായി അറിയാമെന്ന് പറയും. കാരണം നമ്മളിപ്പം നമ്മുടെ മൃഗാശുപത്രികളിൽ പോകാറുണ്ട്. അവിടെ പോകുന്ന സമയത്ത് ഡോക്ടേഴ്സിനെക്കാട്ടിലും ചിലപ്പം വളരെയധികം എക്സ്പീരിയൻസ് തോന്നിപ്പിക്കുന്നത് അവിടുത്തെ കമ്പൗണ്ടറാണ്. എന്നാലും അവർ തന്നെയായിരിക്കും എല്ലാം ചെയ്യുന്നതെങ്കിലും അവിടെ ഡോക്ടർ തന്നെയാണ്. അത് ക്വാളിഫിക്കേഷൻ്റെ വൈസ് തന്നെയാണ്. അതിൽ നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് അവരെ കൂടുതൽ മികച്ച ഡോക്ടറാക്കി മാറ്റുന്നു.
നിങ്ങൾക്കിവിടെ എക്സ്പീരിയൻസ് കൂടുതലുണ്ടെന്ന് എത്ര പറഞ്ഞാലും താങ്കൾക്ക് ആ ഒരു ഭാഗത്ത് അഥവാ ഇത് കെമിക്കൽസ് അല്ലേ വാരി കൊടുക്കുന്നത്, അപ്പോൾ വാരി തേക്കാനൊക്കെ പറയുന്നത്, അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിനകത്തൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് വേണ്ടത്. അവിടെ എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഇന്ന ക്രീമുകൾ ഉപയോഗിക്കുന്നു, ആ ക്രീമുകൾ ഉപയോഗിക്കുന്നത് എനിക്കൊരു പ്രശ്നമില്ല, അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നത് അത് ശരിക്കും എക്സ്പീരിയൻസ് കൊണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ എന്തായാലും കേൾക്കാൻ ബാക്കിയോടെ. അതിലാണ് ഞാൻ പ്രൗഡ് ആയിട്ടുള്ളത്. ഞാൻ ഭയങ്കര എനിക്ക് വിശ്വാസമുള്ളതും എനിക്ക് ആ ഒരു എക്സ്പീരിയൻസിലാണ്. സർട്ടിഫിക്കേഷൻ ഉപരി, പക്ഷേ ഞാൻ സർട്ടിഫിക്കേഷൻ ഞാൻ പറയാണ്, ഞാൻ 2018 മുതൽ നോൺ ക്ലിനിക്കൽ കോസ്മെറ്റോളജിയിൽ എനിക്ക് ഡിപ്ലോമ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ കോഴ്സ് ഉണ്ടെങ്കിലുള്ള എന്തൊക്കെ ജോലി ചെയ്യാമെന്ന്, ഇല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ ജോലികൾ ചെയ്യാമെന്നുള്ളത് ഞാൻ പറയാം. എനിക്കിപ്പോൾ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും കുറച്ച് പേര് ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, സീരിയസ്ലി ഉണ്ട്. താങ്കൾ ഇത് പറഞ്ഞതും വളരെ ഞാൻ റെസ്പെക്ട്ഫുള്ളിയാണ് അങ്ങനെയും പറയുന്നത്. ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം താങ്കളടക്കമുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയുന്ന പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന ഓരോ സാധനങ്ങളും അവർ വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇന്നൊരു സാധനം നോൺ ക്ലിനിക്കൽ ആ ഒരു സംഭവം എന്തോ ഓക്കെ എനിവേ എന്തായിരുന്നാലും ആ കോസ്മെറ്റോളജി ഇല്ലേ, അപ്പോൾ എന്താണെങ്കിലും ആ ഒരു സംഭവം പഠിച്ചത് കൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ട്, ഇന്ന സംഭവങ്ങൾ. ഞാനൊക്കെ ഫാർമ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ നല്ല ടോപ്പ് എന്ന് വെച്ചാൽ ലോകത്തിലെ ടോപ്പ് 10 കമ്പനീസിൽ 2 കമ്പനി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മെർക്ക് എന്ന് പറയുന്ന കമ്പനി, നോവോ നോർഡിസ്ക് എന്നുള്ള കമ്പനി. വേണമെങ്കിൽ അതിന് ലിസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഒന്ന് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണെങ്കിൽ ഒന്ന് ഡെൻമാർക്ക് ബേസ്ഡ് കമ്പനിയാണ്. സോ ആ കമ്പനികളുടെ അകത്തു നിന്നും നമുക്ക് കിട്ടുന്ന നോളജ് എന്ന് വെച്ചാൽ വളരെ വലുതാണ്. അവർ നമുക്ക് തരുന്ന ട്രെയിനിങ് അത്രയും വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന MNCയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ട്രെയിനിങ് കൊണ്ട് നമ്മൾ കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പുതിയ മോളിക്യൂൾസ് വരുന്ന സമയത്ത് ഡോക്ടേഴ്സിൻ്റെ ക്യാബിനിൽ കയറി നമ്മൾ സംസാരിക്കും, പ്രസൻറ്റ് ചെയ്യും. ഡോക്ടേഴ്സിന് നമ്മൾ പുതിയ അറിവ് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഡോക്ടേഴ്സിന് അത് അറിയില്ലെന്നല്ല, നമ്മളത് പറഞ്ഞു കൊടുക്കും. ആ ഒരു പുതിയ മോളിക്യൂളിനെ കുറിച്ച് പറയും. എന്ന് കരുതി അവിടെ ഇരിക്കുന്ന ഡോക്ടറിനെ കാട്ടും വലുതാവും ഈ പറഞ്ഞ കണ്ടന്റ് പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ. നെവർ ആൻഡ് എവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോഡാണ് ഡോക്ടർ. ഡോക്ടറിനെ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത്രയും റെസ്പെക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് നിങ്ങൾ റെസ്പെക്റ്റ് നിങ്ങളെ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ തിരിച്ച് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉള്ള യോഗ്യതയാണ് പറഞ്ഞു കൊടുക്കേണ്ടതും അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് ഇന്ന സംഭവങ്ങളിലുണ്ട് ചില കാര്യങ്ങളിലെങ്കിലും എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുമെങ്കിലും ഇതുപോലുള്ള സാധനങ്ങളും അണത്തിക്കലായിട്ട് വളരെയധികം നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് എന്ത് ചവറും എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുള്ള കാലത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവത്തിൻ്റെ അകത്തൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞതിൽ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം. സത്യം, സീരിയസ്ലി സത്യം. എങ്കിലും ഇതാവട്ടെ, ഓക്കെ ഞാൻ പറയാം. നമുക്ക് ഈ കോസ്മെറ്റോളജി ക്ലിനിക്കിൽ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കാം. പിന്നെ നമുക്ക് പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം. കാരണം നമ്മൾ പഠിക്കുന്ന ടൈമിൽ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻ ലിസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കാറുണ്ട്. ബേസിക് സ്കിൻ സ്ട്രക്ചർ, സ്കിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഹെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സാലൂൺ സെറ്റ്, അതായത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഫേഷ്യൽ ക്ലീനപ്പ്, ഇപ്പോൾ നിങ്ങൾ സാലൂണിൽ പോകുമ്പോഴേക്കും അവിടുത്തെ ആളുകൾ പറയില്ലേ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ അവിടെ വരുമ്പോഴേക്കും ഓക്കെ ഹെയർ ഇതുള്ള ഇതിന് ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്താൽ നന്നാവും. അതായത് കൗണ്ടർ ടോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് ഡോക്ടർ സജസ്റ്റ് ചെയ്യാൻ പോലത്തെ ട്രെറ്റിനോയിനോ അങ്ങനെയുള്ള പ്രോഡക്ട്സ് അല്ല നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റിൽ കിട്ടുന്നത്, അങ്ങനെ കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള നാളെ വരുന്നത് എനിക്ക് വെച്ചാൽ അവർക്ക് അതിനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നൊരു പറയുന്നതാണ് കേട്ടോ. സ്വാഭാവികമായിട്ട് അവരിങ്ങനെ പറയേണ്ടി വരുന്നതിൻ്റെ ഒരു ഗതികളായിരിക്കും പറയുന്നത്. പക്ഷേ അതിൽ അഭിമാനിക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് ഉണ്ട്, ഇതൊന്നുമില്ലാത്ത ആൾക്കാർ ഇതിനെക്കാട്ടിൽ ഇതൊന്നും ABCD അറിയാത്ത ആൾക്കാർക്ക്, നിങ്ങൾ ഈ പറഞ്ഞ ടെർമിനോളജികളസ് ഒന്നും അറിയാത്ത ആൾക്കാർ വന്നിരുന്നു ഇതിനെക്കാട്ടിൽ അപ്പുറമുള്ള ചവറുകൾ ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ആയിട്ട് എടുക്കുന്നു. ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്, എന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയണില്ല, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ റിസർച്ച് ചെയ്യണില്ല, ഇതിലല്ല നമ്മൾ നിൽക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഇപ്പോൾ വേറെ IT ഫീൽഡിൽ പോയിരിക്കാം, എന്നിട്ട് എനിക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്, അപ്പോൾ എനിക്ക് ആർക്കും എന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അല്ല, നമ്മൾ അതിൽ തന്നെ നിൽക്കുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് നിന്നാണല്ലോ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ 8 years ആയിട്ട് യൂട്യൂബിലുണ്ട്. എല്ലാ ദിവസവും ലിറ്ററലി എല്ലാ ദിവസവും ഞാൻ ഈ ബ്യൂട്ടിയാണ് കാണുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബ്യൂട്ടീൻ്റെ വെളിയിലോട്ട് നോക്കുമ്പോൾ എനിക്ക് വലിയ ധാരണയില്ല വേറെ എന്താ നടക്കുന്നത്. കാരണം ഇത് തന്നെയാണ് ഞാൻ സ്ഥിരം കാണുന്നത്. നിങ്ങൾക്ക് കുറേ പേർക്ക് ഞാൻ മെസ്സേജസിലൂടെയും ഇങ്ങനെ എന്നോട് പ്രോഡക്റ്റ് സജഷൻ ചോദിക്കുമ്പോൾ ഞാൻ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യണത്, എന്നോട് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മെസ്സേജ് അയച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാമായിരിക്കും, ഞാൻ വളരെ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ എടുക്കും ചിലപ്പോൾ. ഞാൻ അവരോട് ഓരോന്ന് ചോദിച്ച് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചിട്ടാണ് ഞാൻ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. സത്യം ഗ്രേറ്റ്. ഇതിൽ കൂടുതൽ അവരൊന്നും പറയുന്നത് കേൾക്കേണ്ട പോലും ഇല്ല. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണയിൽ എത്തിയതിന് ശേഷം മാത്രമാണ് പറയുന്നത്. അവർ പറയുന്നു ഇനി സിംപ്ലി മൈസ്റ്റർ ഉണ്ണിമായ ഈ പറയുന്ന ഉണ്ണിമായ എന്നാണെന്ന് പേരെന്ന് വിശ്വസിക്കുന്നു. അവർ ഈ പറഞ്ഞ കാര്യം
നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം സത്യമാണോ? ഇനിയിപ്പോൾ ഞാൻ ഇവരുടെ ഈ വീഡിയോ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത് കാണുന്നത്, എനിക്ക് അയച്ചു കിട്ടിയതാണ്, ഇന്നലെ എന്തോ അവർ ഇറക്കിയ വീഡിയോ. സോ നിങ്ങൾ പറയൂ, പുള്ളിക്കാരത്തി ഈ പറഞ്ഞ ഒരു കാര്യത്തിനോട് നിങ്ങൾ എങ്ങനെയാണ്, യോജിക്കുന്നുണ്ടോ? കാരണം മറ്റു പല ആൾക്കാരും ഇപ്പോഴും മൗനം പാലിച്ച് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇത് അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. അത് മാത്രമല്ല, ആ ഒരു കോസ്മെറ്റോളജി മേഖലയിൽ അവർക്ക് ഡിപ്ലോമയാണെന്ന് തോന്നുന്നു, ആ ഒരു കോഴ്സും അവർ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന കാര്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയാം, ഇതൊക്കെ ചെയ്യാം, ഡോക്ടേഴ്സിന് ഇതിൻ്റെ കോസ്മെറ്റോളജി ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഒരാൾ പറയേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇനി ഞാനിപ്പോഴും പറയുന്നു, അത് അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് സത്യമാണോ എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇവർ ജെന്യൂനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. കൂടാതെ ഇവരൊക്കെ അല്ലേ പഴയ ബ്യൂട്ടി യൂട്യൂബേഴ്സ്. പിന്നീട് വന്നവർ എല്ലാം ഒരുമാതിരി ചവറ് പോലെയാണ് വീഡിയോസ് ചെയ്ത് റീച്ച് ആക്കിയത്. അടുക്കള അമ്മച്ചി, കല്യാണി എന്ത് ബ്യൂട്ടി വ്ളോഗറാണെന്ന് ഇതുവരെ മനസ്സിലായില്ല. ഗ്ലാമികൊക്കെ കുറച്ച് ഭേദമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ കൊച്ചിനെ പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടോ, നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉള്ളത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരെ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത്. ഇവരെക്കുറിച്ച് അറിയാത്തവരാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നത്. സോ ഇതിൽ കൂടുതലാണ് ചേച്ചി വളരെ ജെന്യൂനായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പ്രോഡക്റ്റ് വാങ്ങുന്നത്. സോ അവർ ജെന്യൂൻ ആണെന്ന് തന്നെയാണ് ആ കമൻറ്റുകൾക്ക് ഒത്തിരി ലൈക്സും വന്നിട്ടുണ്ട്. സോ അതിനർത്ഥം അവർ പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഞാനല്ല, നിങ്ങൾക്ക് വിട്ടു തരികയാണ്. എന്താണ് സിംപ്ലി മൈസെൽ ഉണ്ണിമായെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും അവർ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ അത് ആസ് എ പേഴ്സൺ എനിക്ക് വളരെ ജെന്യൂനായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഇത്രയും പേര്, കുറേയധികം ആൾക്കാരുണ്ട് ഈ മേഖലയിൽ, ഒരാളും എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. പല ആൾക്കാരും അവരുടെ ഷോക്കേസിൻ്റെ അകത്തുള്ള വളരെ ഇങ്ങനെ കിടക്കുന്ന കുറേയധികം പ്രോഡക്റ്റുകൾ എന്ന് വെച്ചാൽ ഒരു ധാരാളം കെട്ടുകണക്കിന് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തിയ ആൾക്കാരൊക്കെ ഡെർമറ്റോളജിസ്റ്റുകളും കോസ്മെറ്റോളജിസ്റ്റുകളും സജസ്റ്റ് ചെയ്ത പ്രോഡക്റ്റുകൾ മാത്രം അവരുടെ ഷോക്കേസിൽ വച്ചേക്കുന്ന കാഴ്ച കാണുമ്പോഴാണ് സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ പറ്റിക്കപ്പെടുന്ന കാര്യം. അതാരെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ മനസ്സിലായ ഒരു കമൻറ്റ്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തി. നമ്മുടെ ഉണ്ണിമായ അടക്കമുള്ള ആൾക്കാർ ഇനിയും മിണ്ടാത്ത ആൾക്കാരും ഉണ്ട്. ബാക്കി വഴിയെ കാണാം. കുറേയധികം ഇൻബോക്സിൽ കുറേ ആൾക്കാർക്ക് കിട്ടിയ പണിയുടെ സംഭവങ്ങളുണ്ട്, സമയക്കുറവുകൾ മൂലം അത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുക ഗൈസ്. ബൈ.